ദിവസമായില്ലേ വീഡിയോ കണ്ടിട്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തമ്മിൽ വേറെ ഒന്നല്ല, ഇതിൻ്റെ തലക്ക് നല്ല സുഖം ഉണ്ടായില്ല. തെറ്റിദ്ധരിക്കണ്ട, വട്ടമൊന്നുമല്ല, ഇയർ ബാലൻസിൻ്റെ ചെറിയൊരു പ്രശ്നം. കുഴപ്പമൊന്നുമില്ല. ഇപ്പം മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടിട്ട് എന്താണ് സംഭവിക്കണേന്ന് മനസ്സിലാവുണ്ടായില്ല. തല മൊത്തത്തിൽ കിടന്ന് കറങ്ങുന്നു, കൂടെ ഛർദ്ദി വോമിറ്റിംഗ് ഉണ്ട്. ദിവസം വെച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയി വരുന്നു. തീർത്തും ഓക്കെ ആയെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ നമുക്കൊരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായില്ലേ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊരു സ്വീറ്റ് ആയോ നമുക്കൊരു ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കാം. ഇതൊരു 1/2 ലിറ്റർ പാലുണ്ട്. അതിനകത്തൊരു 3-4 സ്പൂൺ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുക. അതവിടെ ഇരുന്ന് തിളച്ചോട്ടെ. കൂടെ വേണ്ടത് കൊക്കോ പൗഡർ ഒരു 3 സ്പൂൺ ഉണ്ടാവും. 3 ടേബിൾ സ്പൂൺ എടുത്തോ, കുഴപ്പമില്ല. ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇത് ചൈന ഗ്രാസ് എന്ന് പറയും. പുഡിങ്ങിനൊക്കെ ചേർക്കണ ഒരു സംഭവമാണ്. അത് നല്ല എന്താ പറയുക, നല്ല തിക്കായിട്ട് ഇങ്ങനെ ഇരിക്കും. പുഡിങ്ങൊക്കെ നല്ല തിക്കായിട്ട് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ചൈന ഗ്രാസ്. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. ചൈന ഗ്രാസ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇച്ചിരി ബട്ടർ, അധികമൊന്നും വേണ്ട, ഒരു പേരിന് മതി. പഞ്ചസാര ഞാൻ ഓൾറെഡി പാലിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ തിളക്കണ പാലിലേക്ക് നമ്മുടെ കൊക്കോ പൗഡറും മിക്സ് ചെയ്ത് വെച്ചേക്കണ കൊക്കോ പൗഡറും ചൈന ഗ്രാസും കൂടി ചേർത്തിട്ട് ഇളക്കിയെടുക്കാം, കുറുക്കിയെടുക്കാം നല്ലോണം. ഞാനെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ചൈന ഗ്രാസും ഒഴിച്ചിട്ടുണ്ട്. ചൈന ഗ്രാസ് ആദ്യം ഒഴിക്കുക. കുതിർത്ത് വെച്ചേക്കണ ചൈന ഗ്രാസ് ആദ്യം ഒഴിച്ച് അത് ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേനും മാത്രം നമ്മുടെ ചോക്ലേറ്റും ഇച്ചിരി ഞാൻ വെള്ളത്തിലാണ് കലക്കി വെച്ച് നേരിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ബൗളിൽ 3 സ്പൂൺ ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് കലക്കി വെച്ചാൽ മതി. തിളക്കണ പാലിലേക്ക് ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇത്തിരി കൂടി പഞ്ചസാര വേണമായിരുന്നു. ഞാൻ ഇത്തിരി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ കൊക്കോ പൗഡറിന് ചെറിയൊരു കയ്പ്പ് രസമല്ലേ. ഇത്തിരി മധുരം മുന്നേ നിൽക്കുന്നതാണ് നല്ലത്. ഇത് കുറച്ചും കൂടി കുറുകിയിട്ട് നമുക്കൊരു നല്ലൊരു പാത്രത്തിലേക്ക് പകർത്തി ഫ്രീസറിൽ സൂക്ഷിക്കാം. ഒരു 3-4 മണിക്കൂർ ഇരുന്നോട്ടെ. അത് കഴിയുമ്പോഴത്തേനും നല്ല സെറ്റായിട്ട് വരും. നോക്കാം നമുക്ക്. ഓക്കെ, നമ്മുടെ പുഡിങ് ഞാൻ ഓരോ പാത്രത്തിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, കുഞ്ഞി പാത്രത്തിലേക്ക്. അപ്പോൾ ഇത് ചൂടോട് തന്നെ ഒഴിച്ചിങ്ങനെ വെക്കുക. നിങ്ങൾക്ക് വീട്ടിൽ സ്റ്റീൽ പാത്രങ്ങളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൽ ഒഴിച്ച് വെച്ചോ, സാരമില്ല. അപ്പോൾ ചില്ല് പാത്രമാണെങ്കിൽ ഫ്രീസറിൽ വെക്കണ്ട, താഴെ വെച്ചാൽ മതി. താഴത്തെ ഇതിൽ വെച്ചാൽ മതി. അതായത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടി വെച്ചാൽ മതി. ഫ്രീസറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ചില്ലാണ് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ടിട്ട് താഴെ വെച്ചാൽ മതി. ഇതൊന്ന് ചൂടോടുകൂടി ഞാൻ ഒഴിച്ചു വെച്ചത് വേറെ ഒന്നുമല്ല, നമ്മെ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കിയത് അതിലിരുന്ന് ഇത് കട്ടയായിപ്പോവും. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഓൾറെഡി ഇത് ചില്ലി പാത്രം ഒന്ന് ഒഴിച്ചു വെച്ചിട്ട് അതിൽ ചൂട് ജസ്റ്റ് ഒന്ന് ആവിപ്പൊന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞതിന് മാത്രം ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. ഈ പാത്രത്തിലൊക്കെ ഞാൻ ഇത്തിരിച്ച ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇതെല്ലാം ഒഴിച്ചു വെച്ചേക്കുന്നത്. ഇനി അതൊരു 2-3 മണിക്കൂർ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് സെറ്റായി കഴിയുമ്പോൾ കാണിക്കാം. ഓക്കെ, താങ്ക് യു. ഹലോ ഗായ്സ്, ഞാൻ ക്ലാസ്സിന് വന്നേയുള്ളൂ. അപ്പം എൻ്റെ അമ്മ ഒരു ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ?